LDF സർക്കാരിനെതിരെ CP മുഖപത്രത്തിൽ ലേഖനം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നടപ്പിലായില്ലെന്നും ജീവനക്കാരുടെ സേവന വേതന അവകാശങ്ങൾ സംരക്ഷിക്കാത്ത സർക്കാർ അതിൽ നിന്നെല്ലാം പിന്നോക്കം പോയെന്നും വിമർശനം. തുടർഭരണത്തിലാണ് കീഴ്വഴക്കങ്ങൾ അട്ടിമറിക്കപ്പെട്ടതെന്നും ജനയുഗം ലേഖനം പറയുന്നു. കേന്ദ്രം തന്നാലേ ആനുകൂല്യം തരൂ എന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും CP മുഖപത്രം. വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. എഡിറ്റോറിയൽ അല്ല, ലേഖനമാണെങ്കിൽ കൂടി സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ തൊഴിൽ നിയമങ്ങൾക്കെതിരെയുള്ള, പെൻഷൻ നിയമങ്ങൾക്കെതിരെയുള്ള, പോളിസിക്കെതിരെയുള്ള ശക്തമായ വിമർശനമാണല്ലേ ജനയുഗം ലേഖനത്തിലുള്ളത്? അങ്ങനെ തന്നെയാണ്. CPIയുടെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോൺ കൌൺസിലിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ ഇലങ്കത്താണ് ലേഖനം എഴുതിയിരിക്കുന്നത്. നാളെ സംസ്ഥാനത്ത് അധ്യാപകരും സർക്കാർ ജീവനക്കാരും സൂചനാ പണിമുടക്ക് നടത്തുകയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം, ഒപ്പം സേവന വേതന വ്യവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പണിമുടക്കാണ് നാളെ നടക്കുന്നത്. ഈ പണിമുടക്ക് പൊളിക്കാൻ സർക്കാർ ഡയസ്നോൺ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുപക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന പണിമുടക്കം എന്ന തലക്കെട്ടിൽ ലേഖനം CPIയുടെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട വിമർശനം, കഴിഞ്ഞ ബജറ്റ് സമയത്ത് ധനമന്ത്രി പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ അല്ലെങ്കിൽ പഴയ പെൻഷനിലേക്ക് തിരിച്ചു പോകും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അടുത്ത ബജറ്റ് തൊട്ടടുത്ത ദിവസം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. എന്നിട്ടും ആ പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിനായിട്ടില്ല എന്ന് പറയുന്നു. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംരക്ഷിക്കാത്ത സർക്കാരാണിത്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ടേമിൽ പല പ്രശ്നങ്ങളും, സാമ്പത്തിക പ്രതിസന്ധികളും കോവിഡും മറ്റും ഉണ്ടായിട്ടും അതിലൊക്കെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പരിഗണന നൽകിയിരുന്നു. പക്ഷെ തുടർഭരണം കിട്ടിയതിനു ശേഷം അത്തരത്തിലുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല. കേന്ദ്രം തന്നാലേ നിങ്ങൾക്ക് പണം നൽകൂ, ആനുകൂല്യം നൽകൂ എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും അവസാനം പറയുന്നത്, ജനാധിപത്യ സമരങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് തയ്യാറാകാത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും ലേഖനം പറയുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇടതുപക്ഷത്തെ തന്നെ പ്രധാന കക്ഷി CPIയുടെ പത്രമായ ജനയുഗത്തിൽ വന്നിരിക്കുന്ന ലേഖനമാണ് റഹീസ് റഷീദ് പ്രേക്ഷകരോട് വിവരിച്ചത്. പലപ്പോഴും രണ്ടാമത് പിണറായി സർക്കാർ വരുമ്പോൾ പ്രേക്ഷകരും ജനങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഒരു പെർഫോമൻസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. ആ ചോദ്യം ഉണ്ടാവുന്നത് ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെയാണ്. അതല്ലെങ്കിൽ CPIയിലെ ഒരു പത്രത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു ലേഖനം വരിക? ആ ലേഖനത്തിൽ തന്നെ ഈ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ മലക്കം മറിഞ്ഞു, പല കാര്യങ്ങളിലും അങ്ങനെ മലക്കം മറിഞ്ഞു എന്ന് ചോദിക്കുന്നു. എന്ന ചോദ്യം സ്വാഭാവികമാണ്. അധികാരത്തിലെത്തുമ്പോൾ പെട്ടെന്ന് അത്തരത്തിലുള്ള ചില മറവികൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എല്ലാ കാര്യങ്ങളും അല്ലേ, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പങ്കാളിത്ത പെൻഷനെക്കുറിച്ച്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പലതും മറന്നുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത.